പിണറായി വരില്ല, അയാളുടെ അഹങ്കാരം മാറട്ടെ. UDF അധികാരത്തിൽ വരുമോ അതോ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? ജനങ്ങൾ പ്രതികരിക്കുന്നു. UDF കാരണം വെച്ചാൽ ഇവരെ കൊണ്ട് മടുത്ത് ജനം. ഇത്രയും കച്ചറ നാറികൾ ഇല്ല, ഇത്ര കണ്ടുമെടുത്ത് വെറും പരട്ടകൾ, വെറും ഇതല്ലേ. എന്താണ് വല്ല ഭരണമാണ് ഇത്? ചുമ്മാ ആൾക്കാരെ പേടിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, കാര്യം ഒരു പരിപാടി പറയാൻ പറ്റില്ല, ഇവരെ എതിർത്തൊന്നും പറയാൻ പറ്റില്ല. സെയിം സെൻട്രൽ പോലെ തന്നെ കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഇവനൊക്കെ ഇങ്ങനെ കടന്ന് കളിക്കുള്ളൂ. അവന്റെ സൗകര്യത്തിന് കൈകാര്യം ചെയ്ത് പോകാന്നല്ലാണ്ട് ഇവന്മാർക്ക് എന്താണ് യാതൊരു ഇതുമില്ല, ഉളുപ്പില്ല. അതാണ് പ്രശ്നം. മാറണം. പിണറായി എന്നല്ല സാറ് മന്ത്രിസഭ പോകണം. ഒന്നും എല്ലാം കിഴങ്ങന്മാരല്ലോ. ഒരെണ്ണം മറുപടി പറയാൻ പറ്റുമോ? ഒരുത്തനെ പിടിച്ച് അവനെ അറാസ് ചെയ്യുക തന്നെയുള്ള പണി ഒരുത്തനെ കിട്ടിയാൽ. ഈ UDF-കാരാണ് നടക്കുന്ന സമയം LDF-കാരെ BJP-കാരെ പിടിക്കുമോ? എന്ത് കേസൊന്നും പിടിക്കുക? തൊടില്ല, പേടിയാ. ഇവനെ എന്ത് ചെയ്യാം? അതുകൊണ്ട് ഒരു അറിയാവുന്നവൻ ചെയ്യില്ല, പിന്നെ ബോറ്. ഉദ്ഘാടനം മാത്രമേ നടക്കുന്നുള്ളൂ. റിബൺ മുറിക്കുക, ആഘോഷിക്കുക, പത്രത്തിൽ കൊടുക്കുക, ഫ്ലെക്സ് അടിക്കുക മാത്രമേ നടക്കുന്നുള്ളൂ. സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം? പണി കഴിയാത്ത കുറേ കെട്ടിടങ്ങൾ, ആ ഫൗണ്ടേഷൻ ആശുപത്രിയിലോട്ട് ഒന്ന് പോയി നോക്കിയാട്ടെ. പണി കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു. ആ ബേബി ജോൺ മെമ്മോറിയൽ കോളേജിൽ ഇപ്പൊ പുതിയ എന്താണ്ടോ ഉദ്ഘാടനം കഴിഞ്ഞു. അതിനകത്തോട്ടൊന്ന് കയറിപ്പോയി നോക്കിയാട്ടെ. പിന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ മേളിൽ 3ാമത്തെ നില ഉദ്ഘാടനം മാത്രമേ നടക്കുന്നുള്ളൂ. ഭരണമാറ്റം ആവശ്യമാണോ? തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഇത്തവണ സാർ ഷിബു ബേബി ജോൺ അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ ഈ നാടിനൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. ചേട്ടാ, 3ാം വട്ടം പിണറായി വന്നതിന് ചേട്ടൻ്റെ എന്നാ അഭിപ്രായം? എന്റെ പൊന്നു സുഹൃത്തെ, പിണറായി വിജയനൊന്നും ഇനി വരണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതന്നെ കാരണം എന്നത്? കാരണം ഒരു മുഖ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഈ ജനങ്ങളോടൊന്നും അടുത്തിടവഴിയൊക്കെ നിൽക്കണ്ട. ഇതൊരുമാതിരി എന്നാ പറയണ്ട, നമ്മളൊക്കെ എന്താ ശത്രുക്കളായിട്ടാ പുള്ളി കാണുന്നത്. അല്ല, ഭരണം മടുത്തോണ്ടാണോ? ഭരണം മടുത്ത് ഇമാതിരി ഒരു ഭരണം എന്ന് പറഞ്ഞാൽ, എടാ ഞാനൊക്കെ PSCയുടെ പുറകെ ഒരുപാട് നടന്നതാ. എന്നെ കഴിഞ്ഞ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ഈ പാർട്ടി പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഈ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഓരോ സർക്കാരിന്റെ ഓരോ ജോലി സ്ഥലങ്ങളിൽ. അപ്പൊ ഞാനൊക്കെ വെറുത്ത് മടുത്ത് അവിടെ നിന്നിട്ട് പോകുന്ന ഇതൊക്കെ കൊണ്ടാ മെയിൻ കാരണം തന്നെ ഈ പിണറായി സർക്കാരിന് അധികാരത്തിൽ വരണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ചേട്ടൻ പറയണെന്ന് വെച്ചാൽ UDF വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതറിയാൻ മേല. ഇവന്മാരെല്ലാവരും ഇങ്ങനെ കുറച്ച് അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ UDF വന്നാൽ ഈ അഴിമതി ചെയ്യുന്നതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് കിട്ടായിരിക്കും. ഈ ഒരു വർഗീയതയൊക്കെ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിൻവാതിൽ നിയമനമൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം രക്ഷപ്പെട്ട് ഒന്ന് കൂട്ടിയാൽ മതി. കേരള ജനത അനുഭവിക്കുകയല്ലേ, ഇനി എന്തിനു അനുഭവിക്കാൻ കിടക്കണേ? 10 വർഷം കൊണ്ട് കേരള ജനതയെ കൊള്ളയടിച്ചില്ലേ മൊത്തം. അവസാനം അയ്യപ്പനെ വരെ കൊള്ളയടിച്ചു. അതും പോരാതെ രക്തസാക്ഷികളെ ഫണ്ട് വരെ കൊള്ളയടിച്ചു. ഇനി അവർ വരണോ? ഇനി ലോകത്ത് ഒരിടത്തും വരില്ലേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം ബംഗാളിനെക്കാട്ട് ഗതികേടാണ്. കാരണം BS ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ RSSന് പണയം വെച്ച് ഇനി ഒരിക്കലും ഈ സാധനം ഇവിടെ വരല്ലേ എന്നാണ് പ്രാർത്ഥന. ഈ പിണറായി വിജയന്റെ ഈ ശാഠ്യവും അഹങ്കാര ഭാവത്തിലുള്ള ചില സംസാരങ്ങള് ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കും. അപ്പൊ ഈ വോട്ട് ചോദിക്കാൻ വരുമ്പോഴും നമുക്ക് ജനങ്ങൾക്ക് പറയാലേ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അപ്പൊ അങ്ങനെയൊന്നുമല്ല. നമ്മളെ വോട്ട് കൊണ്ട് ഒരാള് കയറണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ ജനങ്ങളോട് തന്നെ ഒരു മാതൃക കാണിക്കണം. മനസ്സിലായി? ഒരു മര്യാദ കാണിക്കണം. അതവര് കാണിക്കുന്നില്ലല്ലേ. മര്യാദ എന്നുള്ളത് അയാൾക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അതിൽ നല്ല ആൾക്കാരില്ലെന്നല്ല, പക്ഷെ അയാള് വരണം. അയാള് വന്നു കഴിഞ്ഞാൽ ഇനി നശിച്ച് നാരായക്കല്ല് പറയും. 15 കൊല്ലം ഒരു ഭരിക്കല്ലേ, അപ്പൊ ഇത്തിരി മാറട്ടെ. പിന്നെ ഭരണം മാറി വരട്ടെ, എല്ലാരും വരട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ മനുഷ്യരിൽ എത്താനുണ്ട്. കുടിവെള്ളം ആയാലും ക്ഷേമ പെൻഷൻ ആയാലും മറ്റു പല ആനുകൂല്യങ്ങളും പറച്ചിൽ മാത്രമല്ലേ ഉള്ളു, ജനങ്ങളിൽ എത്തുന്നില്ലല്ലേ. അതെല്ലാം എത്തണം. ഭരണം ഒന്ന് മാറി വരട്ടെ, എല്ലാവരും വരട്ടെ. മാറ്റം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. തുടർച്ചയായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി മാറി ചിന്തിക്കുന്നത് നല്ലതാണ് പല കാര്യങ്ങളിലും. ഇലക്ഷൻ എടുക്കാറാവുമ്പോ എന്തെങ്കിലുമൊക്കെ പെൻഷൻ കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ശമ്പളം കൂട്ടി കൊടുക്കുകയോ അതൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഈ നഴ്സന്മാരുടെ കാര്യം വന്നപ്പോഴേ സത്യത്തിൽ അവരെ മറ്റ് ഡോക്ടർമാരെക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കണം നഴ്സന്മാർക്കാണ്. കാര്യം അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ. അപ്പൊ മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ പിൻവാതിൽ നിയമനത്തിന്റെ വിവാദം, അതുപോലെ തന്നെ ശബരിമല അഴിമതി, ഇതൊക്കെ തന്നെയാണോ ഇയാളുടെ ഇടയിൽ? ഈ ശബരിമലയെ നമ്മള് കേരളത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. നാനാജാതി മതസ്ഥർക്കും അവിടെ നമുക്ക് സ്ഥാനവും ബഹുമാനവും ഉള്ള ഒരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ഇതുപോലുള്ള അഴിമതി നടക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ CBI ഏൽപ്പിക്കണം. CBI ഏൽപ്പിച്ചിട്ട് ഇതെല്ലാം തെളിയിച്ച് കൊണ്ടുവന്ന് ആരൊക്കെയാണോ ശ്രീ അയ്യപ്പൻ്റെ മുതൽ കട്ടത് അവരെ എല്ലാം രംഗത്ത് കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യണം. പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ട ആ ഒരു എഫക്റ്റ് നിയമസഭാ ഇലക്ഷനിലും കാണുമോ? മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും
ഒരു UDF ഒരു ഭരണം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റം വരണമെന്ന് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ ഈ UDF നിന്നൊരു മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആരായിരിക്കും, ഒരു മുഖ്യമന്ത്രിയാവാൻ നിലവിൽ യോഗ്യൻ? നമുക്കിപ്പോൾ അങ്ങനെ ഒരാളിനെ നമ്മൾ തീർത്ത് പറയേണ്ട കാര്യങ്ങളില്ല. കാര്യം ഇപ്പം രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ VD സതീശൻ സാറുണ്ട്. എന്നാൽ അവരൊക്കെ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രഗത്ഭരാണ് നടത്താനേ. പക്ഷേ അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ LDF ഭരണം വളരെ മോശമാണെന്ന് ചോദിച്ചാൽ 5 വർഷം കുഴപ്പമില്ലായിരുന്നു, 5 വർഷം കഴിഞ്ഞപ്പോൾ വളരെ മോശം. വളരെ മോശം. അല്ല, ഏറ്റവും മോശമായിട്ട് തോന്നി ഏത് വകുപ്പാ? എല്ലാ വകുപ്പിലും അതെ. ജനങ്ങൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഇനിയിപ്പോ തുടർ ഭരണം വേണ്ട, പിണറായി സർക്കാരേ വേണ്ട. വീണ്ടും ഇതിൽ കൂടുതൽ കൊള്ള നടക്കും ഇവിടെ. ഈ രാജ്യത്ത് കൊള്ളയായിരിക്കും ആണല്ലേ? ഒരു പോലീസും പിടിക്കല്ലേ ഇവരാരെ. അതൊക്കെ സത്യമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു. തുടർഭരണം വേണമെന്നല്ല, പിന്നെ തുടർഭരണം വന്നു കഴിഞ്ഞാൽ കേരളം നശിക്കും. ജയിക്കേണ്ടത് നമ്മുടെ UDF സർക്കാർ ജയിക്കണം. അപ്പൊ എന്തായാലും ഇത്തവണ ഭരണമാറ്റം ഉണ്ടാവും. എന്താ ചോദ്യമാണോ ചോദിക്കുന്നത്? ഉറപ്പായിട്ടും ഞാൻ ഇത് ഇനി മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മതി. ജാതി മത ഭേദമന്യേ സ്നേഹിക്കുന്ന ഒരാൾ കാരണം. ഞാൻ പാർട്ടിപരമായിട്ട് വരെ പറയാനല്ല, മാന്യമായിട്ട് പറയാം. എനിക്കിഷ്ടമെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം വരുന്നതാണ് ഏറ്റവും ഇഷ്ടം. 2026 ആയിഷ പറ്റി വരണമെങ്കിൽ ആ വോട്ടിന് ആയിഷ പറ്റി തന്നെ കൊടുത്തിരിക്കും. പിണറായി നല്ല മനുഷ്യനാണ്. ഇത്രയും നല്ല മനുഷ്യനായി പിണറായിനെ നമുക്ക് എവിടെ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് പിണറായി വരണ്ട. അവസാനം ഇതൊക്കെ എനിക്ക് അടി കിട്ടിയാൽ ചെയ്യലാവും. എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല, വരണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കരിവേഷമാണ്. അല്ല, ഇത് എങ്ങാനും യൂട്യൂബില് പോസ്റ്റ് ചെയ്ത് പിണറായി കണ്ട ഞങ്ങളെ പ്രശ്നല്ലേ? അത് കൊറേ പത്രത്തില് കേട്ടു. പിണറായി ഭരണം ഇനി വേണ്ടെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. എത്ര ആൾക്കാർ എന്തോന്ന് മനുഷ്യര് പാവങ്ങളെ പാവങ്ങളെന്ന് പണം പിടിച്ചാക്കി കോടിക്കണക്കിന് മനുഷ്യർക്ക് നമ്മളെന്ന് പാവങ്ങളെല്ലാം പണം പിരിച്ച് അവർ കോടീശ്വരായി. ഈ പാവങ്ങൾ എത്രയോ പേര്, ആകെ ഒരു ബസ് എത്ര ആൾക്കാർ ആശുപത്രിയിലെ കാണുന്നില്ല, സമയത്തിന് മരുന്നുണ്ട്. എന്തോന്ന് അവർക്ക് അഹങ്കാരം വന്നു. രണ്ടാമത് ജയിച്ചു കഴിഞ്ഞപ്പോ അഹങ്കാരം വന്നു. മോശമാണെന്ന് പറയും. എന്റെ അഭിപ്രായം ഇപ്പൊ 2 വർഷം 2 ഇതായാലും 5 ഇനി നമ്മള് LDF ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു യൂസ്ഡ് ആവും. അവരുടെ കാര്യങ്ങളിൽ തുടർഭരണം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പ്രോപ്പറായിട്ടുള്ളൊരു നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. ആൾക്കാർക്ക് കുറച്ച് മറ്റേ ഈ കൊറോണ ടൈമിൽ കുറച്ച് പാക്കറ്റ് ഇതൊക്കെ പാടെ കൊടുത്തിട്ട് കിറ്റ് കൊടുത്തിട്ട് രണ്ടാമത് പോലെ മറ്റടുത്തായി. അല്ല വേറെ ഒരു കാര്യം. ന്യൂയോർക്കാ മുളപാടൊന്ന് വരാൻ പറ. മുളപാട് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ 2ാമത് പ്രാവശ്യം 6 റോട്ടിൽ കൂടി വരില്ല. എന്തോരം വണ്ടിയാണെന്നറിയാമോ കംപ്ലൈന്റ് ആവണം. വളരെ ഇതന്നെയാണ്. ഓരോരോ കാര്യം എടുത്തു നോക്കിയാൽ ആദ്യത്തെ ഇതിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ ഭരണത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വീക്കാണ് സർക്കാർ. ഞാനും ഫസ്റ്റ് തന്നെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളാണ്. മാർക്സിസ്റ്റ് 92-ലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനസ്സിലായാലും. പക്ഷേ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം, അവരെന്ന് പറഞ്ഞാൽ അവരെ ആൾക്കാർക്ക് മാത്രം ഇല്ല അനുകൂലമില്ല മാതിരിയാണ്. ബാക്കിയൊക്കെ വളരെ മോശമാണ്. പാവപ്പെട്ട കഴുത്തിന് ഇടണമെന്ന് വെച്ച് അത്രയും പറഞ്ഞാൽ പോരെ. അതാണ് വികസനം. പറയണ ഒരു സാധനമില്ല. എന്തെന്നാണ് ശ്രദ്ധയപ്പെട്ടേക്കണത്? എല്ലാത്തിനും പൈസ കൂടുതലല്ലേ. കുറെ മദ്യം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആർക്കാൻ അരി കൊടുക്കുന്നതിന് പോലെ മദ്യം കൊടുക്കണം. അരിക്കൊക്കെ എല്ലാത്തിനും പൈസ കൂടുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞാല് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ വില കൂടുതലായ എല്ലാ സാധനങ്ങൾക്കും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേന് ഓരോ കാര്യങ്ങൾക്ക്. നമ്മുടെ വിലക്കയറ്റമാണ് കൂടുതലാണ്. വികസനമായിട്ടൊന്നും പറയാനില്ല. വിലക്കയറ്റമാണ് എല്ലാത്തിനും. വില കൂടുതലാണ്. നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നേക്കണേ. ഒന്നും തന്നെ കാണുന്നു, ഒന്നുമില്ല. അതായത് നമ്മളെപ്പോലെ അത്താഴ്പള്ളിക്ക് ഒന്നും കൂടി പട്ടിണിയാക്കി തന്നു. അതാണ് നമ്മുടെ വികസനം. നമ്മൾ വിശപ്പ് എത്ര സഹിക്കാൻ പറ്റും അത്രയ്ക്ക് സഹിക്കണം. എല്ലാത്തിനും തോന്നിയ ദിവസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളവന്മാർക്ക് ലാഭിച്ച്, ഇല്ലാത്തവരും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവന്റെ രോഗം മാറ്റാണ്ട് നേരെ അമേരിക്കയിൽ ജർമ്മനിലേക്ക് പോകും. ഞങ്ങൾ പോയിട്ട് സർക്കാർ ആശുപത്രി ക്യൂ നിന്നിട്ട് മരുന്ന് പോലും കിട്ടുന്നില്ല. ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കൊന്നും ബോധ്യപ്പെട്ടല്ല. ഞാൻ LDF ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അല്ല, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം LDF വന്നതിനെ പിന്നെ ഒരുപാട് വികസനം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വികസനവും മര്യാദക്ക് പൂർത്തീകരിച്ച് കേരളത്തിൽ കണ്ടല്ലേ. ഇപ്പൊ ഒരു പൊടിയിടല്
അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അധികമായ അമർന്ന വിഷമാണ്. ഉള്ള കാര്യം പറയാണ്, ഉള്ള കാര്യം. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. ഭരിച്ച് അവരെ കാര്യം നടത്തുന്നുണ്ട്. അവർക്ക് അവരെ വീട്ടില് പശു, പിണറായിയുടെ വീട്ടിലാണെങ്കിൽ പശുവിനെ തൊഴുത്താണെങ്കിൽ 50 ലക്ഷം രൂപ വെളിയിലാണ് അവർ തൊഴുത്തുണ്ടാക്കുന്നത്. ഞങ്ങളെ വീട്ടിലൊരു കയറി കിടക്കാനുള്ള ഒരു കൂര വെക്കാൻ മിനിമം പാവപ്പെട്ടവന് കൊടുക്കണത് 4 ലക്ഷം രൂപ. അവന്റെ തൊഴുത്തിന് 50 ലക്ഷവും 60 ലക്ഷവും കൊടുത്ത് അവൻ തൊഴുത്ത് വെക്കുന്നുണ്ട്. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് അതൊന്നുമില്ല. സംശയമുണ്ടോ? തുടർഭരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ആരും ഒരു പേടിയൊന്നും ഇല്ലാണ്ടാവും. എന്തുവാണോ കാണിക്കാന്നുള്ളതാവും. മാറി മാറി വരുന്നത് നന്നായിരിക്കും. പറയുന്നത് പോലെ ഒരു പ്രവൃത്തിയില്ല. അവർക്ക് കൊടി പിടിക്കുന്നവർക്ക് വേണ്ടി അവർ ജോലി കൊടുക്കുന്നു, അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നു. അല്ലാത്തവർക്ക് യാതൊന്നുമില്ല. അവർക്ക് കൊടി പിടിക്കാവോ എന്തെങ്കിലും ജോലി കിട്ടും തീർച്ചയായിട്ടും. പുറംവാതിലൂടെ എങ്ങനെയെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ചൊന്നും വിട്ടില്ല. കാരണം വികസനം വല്ലതും ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഒരു നിലക്കും ഏത് നിലക്കും നിങ്ങൾ അന്വേഷിച്ചോ, ഏത് നിലക്കും വികസനമില്ല. എല്ലാം നാട് മുരടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. വികസനം എന്ന് പറയുന്നത് അല്ലാതെ വേറെ പ്രത്യേകം. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വികസനം മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് ഒരു തൊഴുത്ത് പണിയണേന് 35,000 രൂപ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്ത് പണിയണേന് 45 ലക്ഷം രൂപ കൊടുക്കുകയും മെച്ചമായിട്ട് തോന്നിയിട്ടില്ല. അയ്യോ ചാടി ചാടി നടുവടിയും. ഞാൻ നോക്കി കാണുമ്പോഴത്തേക്കും നാട്ടിൽ വികസനം ഒന്നും പ്രത്യേകിച്ച് ഞാൻ കാണുന്നില്ല. അതായത് UDF ചെയ്ത് വെച്ചതിന്റെ ബാക്കിയാണ് LDF അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ റോഡുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴും മോശം രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. റോഡുകൾ പോലും മര്യാദക്കല്ലേ. ഇപ്പൊ ഇവൻ ഹബിന്റെ റോഡ് പോലും ആണെങ്കിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഇപ്പൊ ഏത് ഇട റോഡ് പോയാലും അത് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ബ്ലോക്കിന് ഒരു മാറ്റം വന്നിട്ടില്ല. പാലാലോട്ടം ഫ്ലൈ ഓവറും വൈറ്റിലെ ഫ്ലൈ ഓവറും വന്നു. വൈറ്റിലെ ഫ്ലൈ ഓവറിൽ തന്നെ ബ്ലോക്ക് തന്നെയാണ് സ്ഥിരം. നമുക്ക് വികസനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ. ആകെക്കൂടി മാറ്റം വരാന്ന് പറഞ്ഞിട്ട് ഈ മെട്രോ വന്നതും അവിടെ ഒരു മാള് വന്നത് മാത്രമേ ഉള്ളൂ മാറ്റം. പക്ഷെ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു വികസനം ഇല്ല. ഉള്ള കടങ്ങളെല്ലാം വരുത്തി വെച്ചെന്നല്ലാതെ യാതൊരു വികസനവും ഇല്ല. കേരളം കടക്കണിയിലോട്ട് മുങ്ങിപ്പോയിരിക്കുകയാണ്. കാശില്ലാന്ന് ഗവൺമെന്റ് പറയുന്നു. ഈ പൈസ എവിടെ പോയി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. മന്ത്രിമാരുടെ പോക്കറ്റില്, മന്ത്രിമാരുടെയും PLD സെക്രട്ടറിമാരുടെ പോക്കറ്റിലേക്ക്. അതാണ് ഞങ്ങളുടെ ചോദ്യം. സാധാരണക്കാർ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഉപജീവനത്തിന് നോക്കുമ്പോൾ ഇതിലത്തെ വരുമാനം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നതെന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിയാണ്. കാരണം അതുകൊണ്ടാണ് സർക്കാർ പിടിച്ചിരിക്കണെന്നാണ് നമ്മുടെ അറിവ്. വളരെ കൂടിയിട്ടുണ്ട്, ഒരുപാട് കൂടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും ജീവിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ എവിടുന്ന് എടുത്തു കൊടുക്കും? വില കൂടില്ലെന്നുള്ളതൊക്കെ വെറും 5 വർഷം വില കൂടില്ലെന്നും പറഞ്ഞിട്ടാണ് ഇതിലേക്ക് അധികാരത്തിലേക്ക് കയറി വന്നിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഒരു വികസന പ്രവർത്തനങ്ങളും ഇല്ല, ഒന്നുമില്ല. നമുക്ക് കേരള കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. എല്ലാത്തിനും വില കൂടുതലാണ്. ഇപ്പം റേഷൻ കടയിൽ നിന്ന് ഒന്നും കിട്ടാനുമില്ല. റേഷൻ കടയിൽ നിന്ന് ആകെ കിട്ടുന്നത് നമുക്ക് മണ്ണെണ്ണ മാത്രം കിട്ടുമല്ലോ. ഇപ്പൊ അതുമില്ല. സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളെ പോലെയുള്ളവർക്കാണ് ഇത് കിട്ടിയാലേ ഗുണം ഉണ്ടാവുള്ളൂ. മഞ്ഞക്കാർഡർക്ക് കൊടുക്കണ്ടെന്നല്ല, അവർക്ക് കൊടുക്കണം. കൂടെ മറ്റു സാധാരണക്കാർക്കായാലും BPL എന്ന് പറഞ്ഞാൽ ബിലോ പോവർട്ടി ലൈൻ എന്നല്ലേ. അപ്പൊ അവരും അർഹതപ്പെട്ടല്ലേ. ഒരു സ്കെയിൽ വ്യത്യാസത്തിൽ അവരും മനുഷ്യർ തന്നെയാണ്. ഈ സർക്കാർ കിറ്റ് കൊടുക്കുന്നത് വലിയ കാര്യമായി പറഞ്ഞിരുന്നതാണ്. പട്ടിണി അതിപ്പോ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം മാത്രമാണ്. അതിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനങ്ങൾ ഒരുപാട് കൊടുക്കും. ജനങ്ങൾക്ക് കൊടുക്കേണ്ട വെൽഫെയർ കുറവാണ്. ഭീമമായ വരുമാനമുണ്ട്. സംസ്ഥാനം കടക്കണിയിലാണെന്നും പറയുന്നത്. ഇനി മറ്റു പലിശകളിലേക്കും മറ്റു സാധനങ്ങളിലേക്കും പൈസ പോകണമെന്ന് നമുക്കറിയില്ല. ഇനിയും കടമെടുക്കാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കടമെടുപ്പ് സംസ്ഥാനമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. കടം മേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി ഭരണമാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. അഴിമതി അത് തന്നെ. അവർ കൂടുതലൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളും എല്ലാ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വൻ പരാജയം ഒരിക്കലുള്ളൂ പിണറായി സർക്കാരിന്റെ. ഇനി LDF എന്ന് ഭരണം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞത് വിശ്വസിച്ച ആൾക്കാർ മണ്ടന്മാരാണ്. കാരണം നമുക്കറിയാം, അതായത് തെരഞ്ഞെടുപ്പിൽ പല വാഗ്ദാനങ്ങളും പറയും. ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ ഈ രാജ്യം, നമ്മുടെ നാട് എത്ര സുന്ദരമാവുമായിരുന്നു. അവർ തരുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുമായിരുന്നു. അപ്പൊ അത് പാലിക്കപ്പെടില്ല എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വില ഇനി ഇങ്ങനെയും കയറിക്കൊണ്ടിരിക്കും. സാധാരണക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ പോവുള്ളൂ. ഇനി ലോകബാങ്കിൽ വീണ്ടും കടമെടുക്കാണ്. അതായത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നത്. ആദ്യം വന്നേ പിന്നെ അവർ കിറ്റ് കൊടുത്തും പെൻഷൻ കൊടുത്തും രണ്ടാമത് അധികാരത്തിൽ വന്നു. എന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കി എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഈ ഓണം അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പച്ചക്കറിക്ക് വില കൂടും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഐറ്റംസിന് കൂടുതലായിട്ട് വരും വിലക്കയറ്റം. അപ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ഗവൺമെൻറ് പോലും അതിൽ പരാജയമാണ് അവർക്ക്.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും ശരിയാവുന്നില്ല. ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും നമ്മൾ ഭരിക്കുന്ന ആളുകൾ സാധാരണക്കാരോട് എങ്ങനെ, സാധാരണക്കാരാണ് എല്ലാവരും ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ സാധാരണക്കാരോടാണ് ഇപ്പൊ കരുണയില്ലാത്തുള്ള സംവിധാനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അത് പറ്റില്ല, നിലവിൽ അത് പറ്റില്ല. ഞങ്ങളെല്ലാവരും പ്രതികരിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലോട്ടാണ്. എവിടെ എന്താ വെച്ചാൽ സാധാരണക്കാരെ പേരും പറഞ്ഞ എല്ലാ സംഭവവും ഇവിടെ നിലവിൽ വരും. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതാ എന്താണ്, കയ്യൊക്കെയുള്ളവൻ കയ്യിലാക്കും. എല്ലാവരും പ്രതികരിക്കും. ഇനി വരും തലമുറയൊന്നും ഇതൊന്നും സമ്മതിച്ചെടുക്കണ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവില്ല. വിലക്കയറ്റം പറഞ്ഞാൽ രൂക്ഷമായ വിലക്കയറ്റമാണ് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. എല്ലാത്തിനും എന്തിനാ വില കുറഞ്ഞതായിട്ട് ഒരു ഐറ്റംസ് ഇവിടെ നമുക്ക് കിട്ടാനില്ല. അതേമാതിരി തൊഴിലില്ലായ്മ, വളരെ മോശം ഭരണമാണ് ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാണുന്നത്. അതിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിലപ്പോ പറയാതിരിക്കാനുള്ളത് ശരിയല്ല. കാരണം വെച്ചാൽ സാധാരണക്കാർക്കും ജീവിക്കണ്ടേ. എല്ലാത്തിനും, തക്കാളിക്ക് മാത്രമല്ലല്ലോ, എല്ലാത്തിനും വില കൂടുതല. സാധാരണക്കാർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് വികസനമാണോ എല്ലാം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് അവരൊന്ന് കയറിയിരുന്ന് ഉദ്ഘാടനം ചെയ്തെന്നല്ലാതെ ഒരു വികസനവും പറയുന്നത് പോലും ഒരു പ്രവൃത്തിയില്ല. അവർക്ക് കൊടി പിടിക്കുന്നവർക്ക് വേണ്ടി അവർ ജോലി കൊടുക്കുന്നു, അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നു, അല്ലാത്തവർക്ക് യാതൊന്നുമില്ല. അവർക്ക് കൊടി പിടിക്കാവോ എന്തെങ്കിലും ജോലി കിട്ടും തീർച്ചയായിട്ടും, പുറംവാതലിലൂടെ എങ്ങനെയെങ്കിലും കിട്ടും. ജനങ്ങൾക്ക് ദുരിതകാലമല്ലാതെ വേറെ ഒന്നുമില്ല. നിത്യോപസാരങ്ങളെ വിലക്കയറ്റം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇവരെല്ലാം പലായനം ചെയ്യുകയാണ്. അപ്പം എല്ലാ സമസ്ത മേഖലകളിലും ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അഴിമതിയുടെ ഒരു കൂത്താറുന്നല്ല. കേരളത്തിലെ ജനങ്ങൾ ഇനി ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നത്, അതാണ് വിശ്വാസം. ഇല്ല, ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരള ചരിത്രത്തിലെ ഏറ്റവും നല്ല ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അന്നത്തെ ഭരണകാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊരു ഭരണാധികാരിയാണ്. അപ്പം അതുകൊണ്ട് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കി അദ്ദേഹത്തിനെ ഈ ഗതിയിലായിരുന്നു. ഈ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വികസനമല്ല, മെട്രോ ആയിരുന്നാലും വിഴിഞ്ഞു ആയിരുന്നാലും പിന്നെ ഈ കണ്ണൂർ വിമാനത്താവളം, ഇതെല്ലാം കൊണ്ടുവന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. LDF സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല, അവരത് മുടക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ നമ്മൾ എല്ലാ അമ്മമാരും സഹിക്കുന്ന ഒരു കാര്യമാണ്. അമ്മമാരും അച്ഛന്മാരും മക്കളെ സ്ത്രീധനം, അവർ ചോദിക്കുന്ന സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് മക്കളെ വിട്ടിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവ കഥകളും മക്കളെ കൊണ്ടുപോയി കുത്തിക്കൊല്ലലും പീഡനങ്ങളും, അവരുടെ വസ്തുവിൻ്റെ പെങ്ങളും ഭർത്താക്കന്മാരും മറ്റെല്ലാവരും അവരെ പീഡനത്തിൽ അവരെ കുത്തിക്കൊല്ലുകയും അവരെ ഭയങ്കര പീഡനം സഹിച്ച് അവർ ജീവിച്ചു. എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ മക്കളുടെ ദുഃഖങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, നല്ലൊരു കാര്യങ്ങൾ കിട്ടുന്നില്ല. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായില്ല. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്നും നിർത്താനുള്ള ഒരു ഇത് നോക്കിയാൽ സർക്കാർ നോക്കിയാൽ നല്ല കാര്യമാണ്. വിവാഹം കഴിച്ചയക്കുന്ന പെൺമക്കൾ സ്ത്രീധന പീഡന മരണങ്ങളും അതുപോലെ ആത്മഹത്യകളൊക്കെ പെരുകുന്നു. പിന്നെ അത് നമുക്കതൊന്നും കേരളത്തിനൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആണുങ്ങളെ പുറം ലോകം കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ ഒരു ശിക്ഷ നടപ്പാക്കണം. അത് തന്നെ, നല്ല രീതിയിൽ അവർക്കൊരു കടും ശിക്ഷ അവർക്ക് കൊടുക്കണം. അവരെ പുറം ലോകം ഒരിക്കലും അവരെ കാണിക്കാൻ പാടില്ല. ശരിക്കും അങ്ങനെ മരണപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല. നീതി കിട്ടുന്നില്ല. അതിനൊരു തീരുമാനം ഉണ്ടാവും. എനിക്കതേയാണ് യഥാർത്ഥത്തിൽ വികസനം എന്ന് നമ്മളെ എനിക്കതേ പറയാനുള്ളൂ. ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. നരേന്ദ്ര അവർ വികസിപ്പിച്ചാൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന സാധനങ്ങൾ നിലവിലുള്ള അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. വായ കൊണ്ട് ഉദ്ഘാടനം മാത്രമുള്ളതായിരിക്കല്ല, അല്ലാതെ ഒരു സാധനം പ്രാബല്യത്തിൽ വന്ന് കണ്ടിട്ടില്ല. അവർക്ക് മാത്രമേ ഫണ്ടുള്ളൂ, ജനങ്ങൾക്ക് ഫണ്ടൊന്നുമില്ല. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, വികസിക്കാനുണ്ട്. LDF ആൾക്കാർ വികസിക്കാനുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് യാതൊരു വികസനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത് ഇവരെ പരീക്ഷിച്ച ജനങ്ങളാണ് വിഡ്ഢികളെന്ന് ഞാൻ പറയും. ഇവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാര്യങ്ങളും ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അല്ലാണ്ടുള്ള രീതിയിൽ പല രീതിയിലും അവർ പിരിച്ചുണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് പല രീതികളിലും ഇവർ തമ്മിൽ സ്വന്തക്കാരും ബന്ധക്കാരും അവരാണല്ലോ ഇപ്പൊ പാർട്ടി ഭരിക്കണതും. അപ്പൊ പിന്നെ അവരതിനെക്കുറിച്ച് യാതൊരു മറുപടി പറയൂല. ഇപ്പൊ എല്ലാ പ്രാവശ്യം ഓണത്തിന് കിറ്റ് കൊടുത്ത് ജനങ്ങളെ വെറുതെ കയ്യിലെടുക്കണം, അത്ര തന്നെ. LDF ചെയ്ത ഏത് വികസനമാണ് ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയാം? ഒന്നും പെട്ടിട്ടില്ല. ന്യൂസ് അങ്ങനെ കാണാത്തതാണോ അല്ലെങ്കിൽ വിസിബിൾ ആവുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാണാനിട്ടല്ല, നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. ഇല്ല, ഒരു കാരണവശാലും ഒരു വികസനം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് നമ്മളെ അഭിപ്രായത്തിൽ വളരെ, കാരണം നമ്മളെ ഇപ്പോൾ വീണ്ടും താഴേക്കുണ്ടായിരിക്കണം. നമ്മളെങ്ങനെ താഴേക്കാ പോയിക്കൊണ്ടിരിക്കണം. കാരണം നമ്മളെ വികസനമൊക്കെ പറയുന്നുണ്ട്,
അവര് സമ്പാദിക്കുന്നു, നമ്മള് താഴേക്ക് പോകും. നേതാക്കന്മാര് വികസിച്ചുകൊണ്ടിരിക്കാനില്ല, സത്യമായിട്ടും പറയാണ്. അതെ, നേതാക്കന്മാര് വലിയ വികസനം, നമ്മളെ അപകടത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ അവസ്ഥ വളരെ മോശമല്ലേ, വളരെ മോശമാണ്. കാരണം നേതാക്കന്മാർ, കാരണം അവര് പാർട്ടി ഫണ്ട് ഉണ്ടാക്കുക. അതായത് നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള അവര് പാർട്ടി ഫണ്ട് ഉണ്ടാക്കി പാർട്ടി വികസിപ്പിക്കുക. നമ്മളിപ്പോ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു ബക്കറ്റ് പിരിവ് നടക്കണേ, എന്നോട് ചോദിക്കുന്നത്, എന്നോട് ചോദിക്കും നമ്മൾ ഒരു 500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു 500. LDF-ന്റെ ആൾക്കാർ പറയുമ്പോൾ എന്നോട് 500 നടക്കൂ, 1000 വേണം അല്ലെങ്കിൽ 10000 വേണം പറഞ്ഞ് കൊടുക്കണം. ആ ഒരു അവസ്ഥ അതൊക്കെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സംഭാവന കൊടുക്കുന്ന ആളാണ്, എൻ്റെ വീട്ടിൽ ഒരാൾ തന്നെ ചേട്ടാ രോഗിയാണ്, അല്ല അതാണെന്ന് പറഞ്ഞ് ഞാൻ അതിന് സഹായിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതല്ല, പിടിച്ചു പറിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ സഹാക്കന്മാർ അവർ രാജ്യത്തിനെ വികസിപ്പിക്കുന്നില്ല, അവരവരുടെ പാർട്ടി ഫണ്ടാണ് വികസിപ്പിക്കുന്നത്. അവരുടെ പാർട്ടി ഫണ്ടാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവർ പറയുന്നതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വിടിയിട്ടുള്ളത് അറിയാമെങ്കിൽ പറയാം. ഓക്കെ എന്നാ പറഞ്ഞു, ഇതാരാ? പിണറായി വിജയൻ. പിണറായി വിജയൻ അറിയായിരുന്നോ? ശരി, ഓക്കെ. ആരാ ഇദ്ദേഹം? എന്താ ഇദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം? ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയാണ്, അങ്ങേര് വന്ന് കേരളം നശിച്ചു. അയാള് കോടികളും കൊണ്ട് അമേരിക്കയിൽ ചേക്കേറാനായിട്ടിരിക്കുന്നത്. ഇവിടെ അതിദാരിദ്ര്യ കേരളം എന്ന് അയാൾ പ്രഖ്യാപിച്ചു. എവിടെ ദാരിദ്ര്യം മാറി? ഒടത്തും മാറിയില്ല. അത് ദാരിദ്ര്യം കേരളത്തിനകത്തുള്ളൂ. അതിദാരിദ്ര്യത്തിന്റെ എല്ലാം നടക്കയല്ലേ. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ദാരിദ്ര്യം തീർന്നില്ല. ആൾക്കാർക്ക് കഷ്ടപ്പെടാൻ ആൾക്കാരുടെ കഷ്ടതയും കഷ്ടപ്പാടും വീടില്ലാതെയും വഴിയില്ലാതെയും വസ്ത്രമില്ലാതെയും ആഹാരമില്ലാതെ അവരുടെ അനുഭവിക്കുന്ന കഷ്ടത കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് തോന്നുന്നത്. അത് പിണറായിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്തെല്ലാം നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ എനിക്ക് ലൈഫിന്റെ വീട് അനുവദിച്ചിട്ടുണ്ട്, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടാത്തത് കിട്ടിയില്ലെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നില്ല, മടുത്തു. അല്ലാതെ പിണറായിക്ക് തന്നെ ചെയ്യും. കാരണം അത് അവര് നേരത്തെ മുതൽ, ഇപ്പോഴല്ല നേരത്തെ മുതൽ നുണ തന്നെയാ പറയും. പിണറായിയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും. പിണറായി പുള്ളി കാണിക്കുന്ന പരിപാടി അവരാണല്ലോ. ഇപ്പൊ ആരെന്ത് ചോദിച്ചാലും തർക്കിക്കുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കൃത്യമായൊരു രീതിയിലൊരു കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം എന്തായാലും നടന്നിട്ടില്ല. പിണറായി വിജയനാ പിന്നല്ലാതെയാ പിണറായിക്ക് തന്നെ ചെയ്യുള്ളൂ. ഏത് മേഖല എടുത്തു നോക്കിയാലും എല്ലാം നേരത്തെ തന്നെ കേട്ടൊരു താഴത്തേക്ക് തന്നെ പോയിരുന്നു. പിന്നെ ഫ്ലെക്സിൽ മാത്രമേ വികസനങ്ങളുള്ളൂ. ഇപ്പൊ ചേരനെ പിണറായിക്ക ചെയ്യാറില്ല. കാലത്തിൽ UDF അധികാരത്തിലായിട്ട് 100% UDF അധികാരത്തിൽ വരണമെന്നാ. UDF അധികാരത്തിൽ വരണമെന്നുള്ള അഭിപ്രായം എൻ്റെ. UDF നമുക്ക് വരണം. UDF തീർച്ചയായിട്ടും UDF അടുത്ത വർഷം അധികാരത്തിൽ കയറണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. UDF ഭരണം അധികാരത്തിൽ വരണമെന്നുള്ളതാണ്. തീർച്ചയായും UDF വരുമെന്നാണ് വിചാരിക്കുന്നത്. UDF തന്നെ വരും. UDF വരണം. കേരളത്തിലെ UDF-ന്റെ ഭരണം വരണമെന്നുള്ള അഭിപ്രായം. ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ UDF-ന്റെ ഭരണം വരാൻ വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. UDF വരട്ടെ, UDF വന്നിട്ട് നല്ലൊരു ഭരണം നടത്തട്ടെ. കാരണം UDF വന്നു കഴിഞ്ഞാലേ ജനങ്ങൾക്ക് നല്ലത് കിട്ടുള്ളൂ. അരി വാങ്ങണമെങ്കിൽ UDF ഭരണത്തിൽ വരണം.